ഇതാണ് ഫൈനൽ ലുക്ക്. ഇൻഡിഗോ സാരിയാണ് ഞാൻ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. വള ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചതാണ്, ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. കമ്മൽ ഫ്ലിപ്കാർട്ടാണെന്ന് തോന്നുന്നു. ഫൈനൽ ലുക്ക് എനിക്ക് എന്തായാലും ഇഷ്ടമായി. വീട്ടിൻ്റെ അകത്ത് നിന്നായതുകൊണ്ട് അത്ര ക്ലിയർ ഇല്ല, വെയിലത്ത് നിന്നാണ് ഗ്ലോ വരുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ, നമുക്ക് എല്ലാവർക്കും ഒരു തോന്നലുണ്ട്, എനിക്ക് ഏജായി, എനിക്ക് ഒരുങ്ങിയ ഭംഗി ഉണ്ടാവില്ല എന്നൊക്കെ അല്ലേ. എൻ്റെ ഏജ് എത്രയായിരുന്നു നിങ്ങൾക്ക് തോന്നുന്നത്? ഏജ് പറഞ്ഞുകൂടാന്നാണ്, എന്നാലും ഞാൻ പറയാം 38. ഏജൊക്കെ എനിക്ക് തോന്നുമോ? സ്വയം പൊക്കിയല്ല, എന്നാലും ഒരു 30. എന്തുകൊണ്ടാണ്? ഞാൻ എന്നെ സ്നേഹിക്കുന്നു, എനിക്ക് ഒരുങ്ങാൻ ഇഷ്ടമാണ്. എല്ലാവർക്കും അങ്ങനെയാണ്, ഒരുങ്ങി പോകാൻ ഇഷ്ടമാണ്. പക്ഷേ എന്താ പറയുക, പല സാഹചര്യം കൊണ്ടും പറ്റുന്നില്ല. അപ്പോൾ ഇനി ഏത് ഏജിൽ നമുക്ക് ഒരുങ്ങി സുന്ദരിയായി പോവാം. അപ്പോൾ എല്ലാവർക്കും സുന്ദരിയാവാനുള്ള വീഡിയോ ആണ് ഇത്. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കണ്ട, ഈ ലുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെന്ന് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോയിലേക്ക് പോവാം. മുഖമൊക്കെ നല്ലപോലെ കഴുകി വേണം നമ്മൾ മേക്കപ്പ് ചെയ്യാനിരിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഫേസിലിപ്പോൾ ഒന്നുമില്ല, ഞാൻ മുഖം നല്ലപോലെ കഴുകിയിട്ടുണ്ട്, നല്ലപോലെ തുടച്ചെടുത്തിട്ടുമുണ്ട്. ഫസ്റ്റ് തന്നെ ഞാൻ അപ്ലൈ ചെയ്യുന്നത് ടോണറാണ്. ഗുഡ് വൈബ്സിൻ്റെ പോമിഗ്രാനറ്റ് ഫ്ലേവറിലുള്ള ടോണറാണ്. നിങ്ങൾക്ക് ഇതിന് പകരം റോസ് വാട്ടർ ടോണറായിട്ട് യൂസ് ചെയ്യാം. ഏതൊരു പ്രോഡക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യുക, അതിന് ശേഷം വേണം നെക്സ്റ്റ് പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ മോയ്സ്ചറൈസർ അല്ല യൂസ് ചെയ്യാറ്. നിങ്ങളൊരു നല്ലൊരു മോയ്സ്ചറൈസർ വാങ്ങി അപ്ലൈ ചെയ്യാം. എനിക്കിപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യാൻ ആണ് ഇഷ്ടം. സോഫ്റ്റ് ആവും ഫേസ്, നല്ല ഗ്ലോയി ആവും. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് സ്നെയിൽ കോസ്റാക്സിൻ്റെ മുസ്ലിൻ എസൻസ് ആണ്. അപ്പോൾ ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട്. നിങ്ങളുടെ സ്കിൻ ഏതാണെന്ന് നോക്കിയിട്ട്, ഡ്രൈ സ്കിന്നാണോ, സെൻസിറ്റീവ് ആണോ, ഓയിലി ആണോ, ഏതാണെന്ന് നോക്കിയിട്ട് അതിന് പറ്റിയ മോയ്സ്ചറൈസർ നിങ്ങൾ വാങ്ങാം. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എന്നോട് കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. അത് നല്ലപോലെ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വോയിസിൽ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും, അത് ഒന്ന് നിങ്ങൾ ക്ഷമിക്കണം എൻ്റെ അടുത്ത്. പിന്നെ അതുപോലെ മൈക്കും ഇല്ല എനിക്ക്, അതുകൊണ്ട് വോയിസിൻ്റെ ഡിസ്റ്റർബൻസ് ചെറുതായിട്ടുണ്ടാവും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട്, മനസ്സിലാവുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനി ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്, മൊബൈൽ സ്റ്റാൻഡ്, അതുപോലെ മൈക്ക് ഒക്കെ വാങ്ങാറുണ്ട്. മെല്ലെ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുവാണ്. സൗണ്ട് ഒന്ന് ക്ഷമിക്കണേ. അതിനുശേഷം സൺസ്ക്രീനാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് ന്യൂട്രി ഗ്ലോൻ്റെ സൺസ്ക്രീനാണ്, നല്ല സൺസ്ക്രീനാണ് കേട്ടോ. PA++ ഉണ്ട്, 40 ആണെന്ന് തോന്നുന്നു SPF 40 or 50, ശരിക്കും ഓർമ്മ വരുന്നില്ല എനിക്ക്. അപ്പോൾ അതാണ് അപ്ലൈ ചെയ്യുന്നത്. എന്തൊരു ചൂടാല്ലേ, ഈ ചൂടത്തൊന്നും നമുക്ക് മേക്കപ്പ് ഇടാനേ തോന്നില്ല. പക്ഷെ നമുക്ക് എവിടെയെങ്കിലും ഒരുങ്ങിയിട്ട് പോകേണ്ട സാഹചര്യത്തിൽ എന്തായാലും ഒരുങ്ങിയിട്ട് പോവാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പരമാവധി മിനിമലേ ഇടാറുള്ളൂ. പക്ഷെ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, കാരണം മേക്കപ്പ് ചെറുതായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും യൂസ് ചെയ്യുന്നതെങ്കിലും ഫൗണ്ടേഷൻ, കൺസീലർ ഇതൊക്കെ നല്ലപോലെ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്കിൻ കെയർ എന്തായാലും ആവശ്യമുണ്ട്. പിന്നെ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല പ്രൊട്ടക്ഷൻ ആവാൻ വേണ്ടിയിട്ട് നല്ലപോലെ സ്കിൻ കെയർ ഒക്കെ ചെയ്യണം. അപ്പോൾ പിന്നെ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് നേരെ മുഖത്ത് കൊണ്ടുപോയിട്ട് കൺസീലറോ ഫൗണ്ടേഷനോ ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സൺസ്ക്രീൻ എന്തായാലും അപ്ലൈ ചെയ്യണം. ചൂടാണ്, അല്ലെങ്കിൽ നമുക്ക് സൺ ടാനൊക്കെ ആവും. സൺ ടാൻ എന്ന് പറയുമ്പോൾ നമ്മളെ കഴുത്തിലും മുഖത്തിലും ഒക്കെ കറുത്ത അങ്ങനത്തെ പാടുകളൊക്കെ വരും. എൻ്റെ മുഖത്തൊക്കെ ഒരുപാട് പാടുണ്ടായിരുന്നു പുറത്തേക്ക് പോകുമ്പോൾ. മുന്നേ ഞാൻ പ്രാക്ടീസിനൊക്കെ പോകുന്നുണ്ടായിരുന്നു, ബ്യൂട്ടി പാർലറിലൊക്കെ. ആ സമയത്ത് എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ കുറഞ്ഞ് വരുന്നുണ്ട്, എവിടെയും പോകുന്നില്ലല്ലോ, വീട്ടിനകത്ത് തന്നെയല്ല. ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ലിപ് ബാം മാമാ എർത്തിൻ്റെ പ്ലെയിൻ ലിപ് ബാമാണിത്, ടിൻറ്റഡ് അല്ല. ടിൻറ്റഡ് ഒന്നും ഇഷ്ടമല്ലാത്തവർക്ക് ലിപ് ബാം ഇതുപോലത്തെ വാങ്ങാം. ടിൻറ്റഡ് ഇഷ്ടമാണ്. പിന്നെ ലിപ്സ്റ്റിക് ഇഷ്ടമല്ലാത്തവർക്ക് ടിൻറ്റഡ് ലിപ് ബാമും വാങ്ങാവുന്നതാണ്. നിങ്ങൾക്ക് എന്ത് പ്രോഡക്റ്റിൻ്റെ ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. പിന്നെ ഇത് മേക്കപ്പിൻ്റെ കാര്യങ്ങൾ അറിയാവുന്നവർക്കല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതുവരെ മേക്കപ്പ് ചെയ്യാത്ത അമ്മമാർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാനും 2 മക്കളുടെ അമ്മയാണ്. അപ്പോൾ മേക്കപ്പ് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരുപാട് അമ്മമാർ എനിക്കറിയാം, അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത്. അല്ലാതെ മേക്കപ്പിനെ കുറിച്ചെല്ലാം അറിയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല.
അതിനുശേഷം കൺസീലർ യൂസ് ചെയ്യുന്നുണ്ട്. കൺസീലർ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫേസിലുള്ള പാടുകളൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ കൺസീലർ അത്രയൊന്നും കവർ ചെയ്യുന്നില്ല. നല്ല കവർ ചെയ്യുന്ന കൺസീലേഴ്സൊക്കെ ഉണ്ട്, പക്ഷേ ഇതെനിക്ക് അത്ര കവർ ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല. ജസ്റ്റ് ഒപ്പിക്കാം അത്രയേ ഉള്ളൂ. ഇത് മാർസിൻ്റെ കൺസീലറാണ്. ചെറുതായിട്ട് യെല്ലോ ടിൻറ്റ് വരുന്നുണ്ട്. എനിക്ക് യെല്ലോ ടിൻറ്റ് ഫേസിൽ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ യെല്ലോ ടിൻറ്റ് തന്നെ നോക്കി സെലക്ട് ചെയ്ത കൺസീലറാണ്. അത് ഞാൻ നല്ലപോലെ വെറ്റ് മേക്കപ്പ് സ്പഞ്ച് കൊണ്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതിനുശേഷം ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. ഇത് NYBയുടെ സിറം ഫൗണ്ടേഷനാണ്. ഇത് ഫേസിലിട്ടാൽ ഫൗണ്ടേഷൻ ഇട്ടുന്നേ അറിയുന്നില്ല കേട്ടോ. എനിക്ക് അത്ര വലുതായിട്ടൊന്നും ഈ ഫൗണ്ടേഷൻ ഇഷ്ടമായിട്ടില്ല സത്യം പറഞ്ഞാൽ. ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ, അതായത് പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ടിർട്ടിർ ഫൗണ്ടേഷനാണ്, കുഷൻ ഫൗണ്ടേഷനാണ്. ടിർട്ടിറും ഫസ്റ്റ് എനിക്ക് ഇഷ്ടമുണ്ടായിട്ടില്ല. പിന്നെ എനിക്കത് അപ്ലൈ ചെയ്യേണ്ട രീതി കറക്റ്റ് മനസ്സിലായപ്പോൾ ആണ് അത് ഒരുപാട് ഇഷ്ടമായത്. ഞാൻ വേറൊരു ദിവസം വീഡിയോ ചെയ്യാം. ഗ്ലോയിങ് മേക്കപ്പ് ലുക്കൊക്കെ ഞാൻ ഇനി ചെയ്യുന്നുണ്ട്, വരും ദിവസങ്ങളിൽ ചെയ്യുന്നുണ്ട്. ഓരോ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും പറയാം. വീണ്ടും ഞാൻ പറയുക, ഇത് മേക്കപ്പിനെ കുറിച്ച് എല്ലാം അറിയുന്ന പ്രൊഫഷണലുള്ള ആൾക്കാർക്കൊന്നും പറഞ്ഞു തരുന്ന വീഡിയോ അല്ല ഇത്. ബിഗിനേഴ്സായ അമ്മമാർ, അതുപോലെ ബിഗിനേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് എൻ്റെ ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അല്ലാതെ ഞാൻ പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റോ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചിരിക്കുന്നതോ അല്ല. പൊതുവേ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഇത്രയും കാലം ചെയ്ത കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. പിന്നെ എനിക്ക് മേക്കപ്പ് ഒരുപാട് ഇഷ്ടമാണ്, മേക്കപ്പ് ചെയ്യുന്നതൊക്കെ. അതുകൊണ്ടാണ്. എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. നിങ്ങളെപ്പോലെ സാധാരണക്കാരി തന്നെയാണ് ഞാനും. ഫൗണ്ടേഷനും വെറ്റ് മേക്കപ്പ് സ്പോഞ്ച്, സെയിം വെറ്റ് മേക്കപ്പ് സ്പോഞ്ച് കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ പേഴ്സണൽ യൂസിനാണ്. അപ്പോൾ ഒരു സ്പോഞ്ച് തന്നെ ധാരാളം. നല്ലപോലെ ബ്ലെൻഡ് ചെയ്യണം. ചൂടുകാലമാകുമ്പോഴൊക്കെ, ചൂടുകാലം അല്ലെങ്കിലും ആണെങ്കിലും ബ്ലെൻഡ് നല്ലപോലെ ചെയ്താലേ ഫേസിൽ നല്ലപോലെ ഫൗണ്ടേഷൻ ഫ്ലോലെസ്സായിട്ട് നിൽക്കും. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഫൗണ്ടേഷൻ പറ്റിപ്പിടിച്ചതുപോലെയൊക്കെ ഉണ്ടാവും. അത് മഹാബോറായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നല്ലപോലെ ബ്ലെൻഡ് ചെയ്യാൻ പറയുന്നത്. പിന്നെന്താണ്, അതിനുശേഷം എനിക്കിത് വേറെ എന്ത് ചെയ്തില്ലെങ്കിലും ഞാൻ പെട്ടെന്നൊക്കെ പോകുമ്പോഴൊക്കെ ഈ ഒരു കാര്യം ചെയ്തിട്ടാണ് പോവുക. ഈ ഒരു കാര്യം ചെയ്യാതെ ഞാൻ എവിടെയും പോവാറില്ല. അപ്പോൾ അതാണ് ഐബ്രോ ഫില്ല് ചെയ്യുക എന്നത്. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു നോക്കിക്കോ. ഐബ്രോ ഫില്ല് ചെയ്യുന്നതിന് മുമ്പുള്ള എൻ്റെ ഫേസും ഐബ്രോ ഫില്ല് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ ഫേസും നല്ലപോലെ കോമ്പ് ചെയ്ത് കൊടുക്കണം ഐബ്രോ. അതിന് ശേഷം നല്ലപോലെ ശ്രദ്ധിച്ച് ഫില്ല് ചെയ്യണം. അല്ലെങ്കിൽ ഇങ്ങനെ വാരി തേച്ചതുപോലെ ഉണ്ടാവും. ഈ ഒരു ബ്രഷ് ഞാൻ സെപ്പറേറ്റ് വാങ്ങിയതാണ്. ഇതുപോലുള്ള ഐബ്രോ പാലറ്റിനുള്ള ഉള്ളിൽ വരുന്ന ബ്രഷ് എന്ന് വെച്ചാൽ ഭയങ്കര ചെറുതായിരിക്കും. അത് കൈമ പിടിക്കാൻ വരെ പറ്റൂല. പിന്നെ സ്പൂലിയും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ. ചില പാലറ്റിലൊക്കെ സ്പൂലി ഉണ്ടാവും തോന്നുന്നു, എനിക്കറിയില്ല. എനിക്ക് ഇതിൽ കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ നല്ലപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഐബ്രോ ഫില്ല് ചെയ്യുന്ന വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. എനിക്ക് വേറെ ഫസ്റ്റ് ചാനലുണ്ട്, അതിൽ ഞാൻ ഒരുപാട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനൽ അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. മേക്കപ്പ് ഫോക്കസ് 75 എന്നാണ് ചാനൽ ID. ഞാൻ സെക്കൻഡ് വീണ്ടും തുടങ്ങിയതാണ്. അതിലെനിക്ക് മോണിറ്റൈസേഷനായി പേയ്മെൻറ്റ് കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചാനലും കൂടി തുടങ്ങാമെന്ന്. മേക്കപ്പ് റിലേറ്റഡ് കാര്യങ്ങൾ തന്നെ കൂടുതൽ ഇട്ടുകൊണ്ടുള്ള ഒരു ചാനൽ തന്നെ ആയിക്കോട്ടെ ഇത് ഞാൻ വിചാരിക്കുന്നു. റിയാക്ഷൻസാണ് ഞാൻ ഫസ്റ്റത്തെ ചാനലിൽ അധികവും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നല്ലപോലെ കോമ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഫില്ല് ചെയ്തതിന് ശേഷം ഐബ്രോ എന്തായാലും ഫില്ല് ചെയ്യണം കേട്ടോ. നമ്മുടെ കണ്ണിൻ്റെ അടുത്തുള്ള ആ ഐബ്രോ എടുത്ത് കാണുമ്പോൾ തന്നെ നല്ലൊരു ലുക്കാട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് രേഷ്മ എനിക്ക് എന്നും ഐബ്രോ ഷേപ്പ് ചെയ്ത് തരുന്നത്. അല്ലെങ്കിൽ ദീപിക. ഇവർ 2 പേരിൽ ആരെങ്കിലും തന്നെ ചെയ്യണം. അല്ലെങ്കിൽ എൻ്റെ ഏട്ടൻ്റെ ഭാര്യേൻ്റെ അനിയത്തിയുണ്ട്. ഇവർ 3 പേരാണ് എനിക്ക് പെർഫെക്റ്റായി ചെയ്ത് തരുന്നവർ. ഇവർ ചെയ്തില്ലെങ്കിൽ എനിക്ക് ഐബ്രോ വേറെ ആര് ചെയ്താലും തൃപ്തി വരില്ല. പകരം ഞാൻ വേറെ സ്ഥലത്ത് പോവാറുണ്ട്, പക്ഷെ എനിക്ക് തൃപ്തി വരാറേ ഇല്ല. എവിടെ പോയാലും ഈ 3 പേർ തന്നെ ചെയ്യണം. അപ്പോൾ ഇപ്രാവശ്യം ചെയ്തത് എനിക്ക് അത്ര തൃപ്തി വന്നിട്ടില്ല. കുഴപ്പമില്ല. എന്നാലും അവർ ചെയ്യുന്നത്ര എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വന്നിട്ടില്ല. നെക്സ്റ്റ് അവരുടെ അടുത്ത് തന്നെ പോകണം. കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ അവരുണ്ടായിട്ടില്ല. അതാണ് സംഭവിച്ചത്. ഒരാൾക്ക് കാലിനെന്തോ അപകടം പറ്റി. അതുകൊണ്ട് അവൾ ലീവായിരുന്നു. മറ്റേ ആൾക്ക് എവിടെയോ പോകാനുണ്ടായിരുന്നു, ഫങ്ഷനോ മറ്റോ. അങ്ങനെ 2 സ്ഥലത്തൊന്നും എനിക്ക് പറ്റിയില്ലായിരുന്നു. പിന്നെ എൻ്റെ ഏട്ടൻ്റെ ഭാര്യേൻ്റെ അനിയത്തി ഇല്ല, നാട്ടിലില്ല. അവൾ ബാംഗ്ലൂരാണ്. അവൾ പണ്ട് നല്ലപോലെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടോ നിങ്ങൾ, ഐബ്രോ നോക്കിയേ, നല്ല ഭംഗിയില്ലേ? ഐബ്രോ ഫില്ല് ചെയ്യണം കേട്ടോ.
പിന്നെ എൻ്റെ ഏജ് 38 ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ. എന്നിട്ടും പിന്നെ ചെറുപ്പക്കാരനെ പോലെ നടക്കാനൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നില്ലേ. നമ്മുടെ ആഗ്രഹമാണ് വലുത്. മറ്റുള്ളവർ പറയുന്നതല്ല വലുത് മക്കളെ, ആഗ്രഹമാണ് വലുത്. ഏജ് മറ്റുള്ളവരെ കണ്ണിലാണ്. നമ്മുടെ ഏജ് വർഷം തോറും കൂടുന്നതേ ഉള്ളൂ. നമുക്ക് ഏജ് കൂടുന്നില്ലല്ലോ. നമ്മൾ ഇപ്പോഴും ചെറുപ്പക്കാരല്ലേ. നിങ്ങൾ തന്നെ ആലോചിക്ക്, നിങ്ങളുടെ അച്ഛനും അമ്മക്കും നിങ്ങൾ ചെറുപ്പമല്ലേ, ചെറുതല്ലേ. എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ പിന്നെ നമുക്കെങ്ങനെ ഏജ് ആവുന്നത്? നമുക്ക് ഏജ് ആവുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നതെന്നറിയോ, ഈ ഐബ്രോ ഫില്ല് ചെയ്തത് പിന്നെ കരി കൊണ്ടാണെന്നറിയാലോ, കറുത്ത അറിയാലോ. അപ്പോൾ അത് നമുക്ക് അനങ്ങാതെ നമ്മൾ കൈ മുട്ടിയാൽ വരെ നമ്മുടെ കൈക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ സെറ്റായിരിക്കണമെങ്കിൽ ഇതുപോലെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള മസ്കാര വാങ്ങാം. കിട്ടും, പ്ലെയിൻ മസ്കാര കിട്ടും. അത് തന്നെയാണ് ഐബ്രോ ജെല്ലായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അവിടെ തന്നെ കറക്റ്റായിട്ട് നിന്നോളൂ കേട്ടോ. ഇപ്പം ഞങ്ങൾക്ക് എവിടെയും പോകാനൊന്നുമില്ല, നിങ്ങൾക്ക് വീഡിയോയിൽ മേക്കപ്പിനെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കാണിക്കണമല്ലോ. അപ്പോൾ അതുപോലൊരു ഐബ്രോ ജെല്ലും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ്. അതിന് ശേഷം നമുക്ക് ഐ ഷാഡോ കൊടുക്കാം. ഞാനിപ്പോൾ ഗ്ലിറ്ററിങ് ഐ ഷാഡോ ആണ് കൊടുക്കുന്നത്. അങ്ങനെ ഒരുപാട് ഗ്ലിറ്ററിങ് അല്ല, ഒരുപാട് ഗ്ലിറ്ററിങ് ഒന്നുമില്ല. ഇതിൽ ചെറിയൊരു ഗ്ലിറ്ററിങ്ങേ ഉള്ളൂ. അത് ഫിംഗർ വെച്ച് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കും. ബ്രഷസ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. ഐ ഷാഡോ ഇതുപോലുള്ള ഐ ഷാഡോ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഫിംഗർ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്യണം. പ്ലെയിൻ ഐ ഷാഡോനേക്കാളും നല്ലത് എന്നും ഇതുപോലെ ഗ്ലിറ്ററിങ് ഐ ഷാഡോ ആയിരിക്കും കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും. അതിനുശേഷം നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്യുക. ഇത് മാർസിൻ്റെ ബ്ലഷാണ്. ബ്ലഷ് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് കൂടിപ്പോയോ സെറ്റായെന്ന് തോന്നുന്നു. പക്ഷെ കുഴപ്പമില്ല, നമുക്കത് മേക്കപ്പ് സ്പോഞ്ച് കൊണ്ട് ഡാബ് ചെയ്ത് കൊടുത്താൽ കറക്റ്റാവും. എനിക്ക് കവിളിൻ്റെ അവിടെ ഒരുപാട് ബ്ലഷ് ഇടാനാണ് ഇഷ്ടം കേട്ടോ. കവിളിന് നമ്മൾ ചിരിക്കുമ്പോൾ വരുന്ന ആ കവിളിൻ്റെ അവിടെയുള്ള ചിക്സിൻ്റെ അവിടെയാണ് ഞാൻ അധികവും ബ്ലഷ് ഇടുക. ബാക്ക് ഭാഗത്തേക്ക് അത്ര പോവാറില്ല ഇതുപോലെ. അപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇപ്പോഴാണ് ഞാൻ ബ്ലഷ് ലവറായത് കേട്ടോ. മുമ്പൊന്നും ബ്ലഷൊന്നും ഇടുന്നുണ്ടായിട്ടില്ല. പക്ഷേ എനിക്ക് ലൈറ്റ് പിങ്ക് ബ്ലഷാണ് ഇഷ്ടം. ഇത് അത്ര ലൈറ്റ് പിങ്ക് അല്ല. ഞാൻ വേറൊരു ലൈറ്റ് പിങ്ക് ബ്ലഷ് വാങ്ങിയിട്ടുണ്ട്, സ്വിസ് ബ്യൂട്ടീൻ്റെ. നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ ഓരോ വീഡിയോയിലായിട്ട് ഞാൻ ഇടുന്നു. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്. വരും ദിവസങ്ങളിലുള്ള വീഡിയോകളിൽ അതൊക്കെ ഉൾപ്പെടുത്താം. മുൻപൊക്കെ ഞാൻ കുറച്ച് ഫാറ്റുള്ള ഒരു ബ്രഷായിരുന്നു യൂസ് ചെയ്തത് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഫ്ലാറ്റിനേക്കാളും നല്ലത് ഇതുപോലത്തെ തിന്നായിട്ടുള്ള ബ്രഷാണ്. കുറച്ച് മൂക്കിനും താടീൻ്റെ അവിടെയും നെറ്റീൻ്റെ അവിടെയും കൂടി ബ്ലഷ് കൊടുക്കുക, നല്ല ഭംഗിയായിരിക്കും. അതിനുശേഷം കാജൽ. ഈ കാജൽ റെനീൻ്റെ കാജലാണ്, നല്ല കാജലാണ് കേട്ടോ. ഇത് ഒരു പ്രാവശ്യം നല്ലപോലെ കണ്ണിൽ ബ്ലെൻഡ് ആയാൽ നല്ല കാജലാണ്. അങ്ങനെ ഒരുപാടൊന്നും സ്പ്രെഡ് ആവുന്നില്ല, നല്ല കാജലാണ്. പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇത് എന്തായാലും. പക്ഷേ ഫസ്റ്റ് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക, അതായത് കണ്ണിലേക്ക്. അത് ഏതൊരു കാജലും അങ്ങനെയാണ് കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഹിമാലയെല്ലാം പെട്ടെന്ന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതുപോലുള്ള കാജൽസൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ ഫസ്റ്റ് ബുദ്ധിമുട്ടാണ്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുമാണ്, ലോങ് ലാസ്റ്റിങ്ങുമാണ്. അങ്ങനെ എല്ലാ കാജലും എനിക്ക് ലോങ് ലാസ്റ്റിങ് തോന്നിയിട്ടില്ല. പക്ഷേ ഈ റെനീൻ്റെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സ്പ്രെഡ് ആവാത്തത് പോലെയും തോന്നിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഈ പാക്കേജിങ് കണ്ടു, നല്ല ഭംഗിയില്ലേ, സിൽവർ കളർ. അതിനുശേഷം ഞാൻ ഐബ്രോ ഫില്ല് ചെയ്യുന്ന ബ്രഷ് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് സ്മജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാടൊന്നും സ്മജ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് സ്മജ് ചെയ്യുന്നുണ്ട്. മുമ്പൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് സ്മജ് ചെയ്യുമായിരുന്നു. കണ്ണിനൊക്കെ ഇങ്ങനെ കരി പോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എൻ്റെ. ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഒരു ബ്ലാക്ക് പൊട്ട് കുത്തി കൊടുക്കുന്നുണ്ട്, ചെറിയൊരു ബ്ലാക്ക് പൊട്ട്. നമുക്ക് മസ്കാര അപ്ലൈ ചെയ്യാം. ഈ മസ്കാര സ്വിസ് ബ്യൂട്ടീൻ്റെ മസ്കാരയാണ്. എൻ്റെ കയ്യിൽ മുൻപുണ്ടായത് മാർസിൻ്റെ 2-in-1 മസ്കാരയാണ്. അതെങ്ങനെയെങ്കിലും ഒന്ന് തീർത്തിട്ട് വേറെ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് നിന്നതായിരുന്നു ഞാൻ. പക്ഷേ എനിക്ക് പിന്നെ തോന്നി അത് തന്നെയായിരുന്നു നല്ലതെന്ന്. ഇത് മാർസിൻ്റെ ആ ഒരു 2-in-1 മസ്കാരേൻ്റെ അത്ര പോരാട്ടം, അത് തന്നെയാണ് അടിപൊളി. അത് അടിപൊളിയാണ്. നിങ്ങൾ മസ്കാര വാങ്ങുന്നെങ്കിൽ ഒന്ന് മാർസിൻ്റെ ആ 2-in-1 ഒന്ന് നോക്കിക്കോളൂ, അടിപൊളിയാണ് കേട്ടോ. മാർസിൻ്റെ അധിക പ്രോഡക്റ്റ് നല്ലതാണ്. മാർസിൻ്റെ ഒരു ലിപ് ക്രയോൺ ഉണ്ട്, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഗേൾ പവർ. അതും തീർന്നു. പക്ഷേ അതിന് ശേഷം ഞാൻ ഒരുപാട് ലിക്വിഡ് ലിപ്സ്റ്റിക്ക് വാങ്ങി വെച്ചതുകൊണ്ട് ഇനി തൽക്കാലം എൻ്റെ കയ്യിൽ ബഡ്ജറ്റില്ല. തൽക്കാലം ഞാൻ ലിപ്സ്റ്റിക്കൊന്നും വാങ്ങുന്നില്ല എന്നാണ് വിചാരിക്കുന്നത്. അതിനുശേഷം ഞാൻ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു റെഡ് ലിപ്പ് ലൈനറാണ്. ലിപ്പ് ലൈനൊന്നും എനിക്ക് ശരിക്കും ചെയ്യാനൊന്നും അറിയില്ല. മുമ്പേ മുതൽ ഞാൻ വരക്കുന്നതിൽ ഭയങ്കര പുറകിലോട്ടാണ്. സ്കൂളിലെ എക്സാമിന് ഇന്ത്യൻ ഭൂപടമൊന്നും എനിക്ക് വരക്കാനേ അറിയില്ലായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും ഞാൻ വരക്കാൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ലൈനൊക്കെ വരച്ചത് അങ്ങും ഇങ്ങും ആയിട്ടുണ്ടാവും.
അതിന് ശേഷം ലിപ്പ് ലൈൻ ചെയ്ത് കൊടുത്തിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുക. ലിപ്പ് ലൈൻ എനിക്കുണ്ടല്ലോ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ എൻ്റെ മോൾ അധികവും പറയും ഈ തുമ്മ കഴിച്ചതുപോലെ ഉണ്ടാവും, ശരിക്കും ലിപ്സ്റ്റിക്ക് ഇടാനേ അറിയില്ല. അപ്പോൾ എന്നെപ്പോലെയുള്ള ലിപ്സ്റ്റിക്ക് ശരിക്കും ഇടാൻ അറിയാത്തവർ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ലിപ്പ് ലൈന് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്താൽ കറക്റ്റ് ആവുന്നുണ്ട് കേട്ടോ. അത് കറക്റ്റാണ് കേട്ടോ, എനിക്ക് തന്നെ അനുഭവമുണ്ട്, ശരിയാവുന്നുണ്ട്. അല്ലെങ്കിൽ എന്തോ ഒരു പോലെ കറക്റ്റ് വരുന്നേ ഇല്ല. ഇതുപോലെ ചെയ്യുമ്പോൾ കറക്റ്റ് വരുന്നു. ഇത് മെബ്ലിൻ സെൻസേഷണൽ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്, വൈനാണ് ഷെയ്ഡ്. അത്ര ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ല കേട്ടോ. ലോങ് ലാസ്റ്റിംഗ് ഉള്ള മെബ്ലിൻ്റെ വേറൊരു ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ഉണ്ട്, സൂപ്പർ സ്റ്റേ എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ വരും ദിനങ്ങളിൽ കാണിച്ചു തരാം. അത് നല്ല ലിപ്സ്റ്റിക്കാണ്, ഫുഡ് കഴിച്ചാൽ വരെ പോകില്ല. ഇത് അങ്ങനെയൊന്നും നിൽക്കില്ല കേട്ടോ. അതിനുശേഷം ഫൈനൽ മേക്കപ്പ് ഇതെന്തായാലും ചെയ്തിരിക്കണം. അവിടെ സെറ്റായിരിക്കും, നമ്മൾ ചെയ്ത മേക്കപ്പ് മൊത്തം സെറ്റായിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സെറ്റിംഗ് സ്പ്രേ എന്തായാലും സെറ്റ് ചെയ്ത് കൊടുക്കണം. ഞാൻ NYBയുടെ സെറ്റിംഗ് സ്പ്രേ ആണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കണ്ണ് തുറക്കാൻ പാടില്ല, കണ്ണിലേക്കോ മറ്റോ ആയാൽ നീറ്റൽ വരും, അതുകൊണ്ട് കണ്ണ് തുറക്കാൻ പാടില്ല. അതിനുശേഷം ഞാൻ ഹെയറൊക്കെ ഒന്ന് അഴിച്ചിടുന്നുണ്ട്. ഹെയറിലൊന്നും ഞാൻ അറ്റകുറ്റപ്പണികളൊന്നും നടത്താറില്ല. എപ്പോൾ പോകുമ്പോഴും ഞാൻ ഹെയർ അഴിച്ചിട്ട് പോവാറാണ് പതിവ്. അങ്ങനെ കെട്ടാറേ ഇല്ല, എനിക്ക് കെട്ടുന്നത് ഇഷ്ടമേ ഇല്ല. കെട്ടുമ്പോൾ എനിക്ക് എൻ്റെ മുഖത്തിന് ചേരാത്തത് പോലെയാണ് തോന്നാറ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മുന്നിൽ നിന്ന് 2 ഹെയർ എടുത്തിട്ട് ബാക്കിലോട്ട് പിന്നിടുകയോ അങ്ങനെയോ മറ്റോ ചെയ്താലായി. അല്ലാതെ ഞാൻ കെട്ടിവെക്കുന്ന പരിപാടിയില്ല. എൻ്റെ ഏട്ടൻ്റെ ഭാര്യ എന്നെ വഴക്ക് പറയാറുണ്ട്, കെട്ടിവെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ കേൾക്കാറേയില്ല. അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹെയർ കെട്ടി വെച്ചിട്ട് പോകണം കേട്ടോ. അമ്പലത്തിലൊന്നും ഹെയർ വീഴാൻ പാടില്ല. ഞാൻ പക്ഷെ അങ്ങനെ ചെയ്യാറേയില്ല. ഇനിയെങ്കിലും അമ്പലത്തിൽ പോകുമ്പോൾ ഹെയറൊക്കെ കെട്ടിയിട്ട് പോകണം. അതിനുശേഷം ഞാൻ ഈ ഒരു വള പിന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഇപ്പോഴത്തെ ട്രെൻഡാണ് കേട്ടോ ഈ വള, അടിപൊളിയാണ്. പിന്നെ അതിനുശേഷം കമ്മൽ, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ഈ കമ്മൽ. പിന്നെ ഇതൊക്കെ ഇതൊക്കെ ഇടാറേ ഇല്ല, അവിടെ തന്നെ വെച്ച് അതിൻ്റെ ഇതിപ്പോൾ ഒരു ഇതല്ലേ, സിൽവർ ടൈപ്പല്ലേ, കളറൊക്കെ എന്തോ ഒരു ബ്ലാക്ക് കളറൊക്കെ ആവുന്നുണ്ട്. പിന്നെ വലിയ റേറ്റൊന്നും കൊടുത്തിട്ട് വാങ്ങാത്ത കമ്മലല്ലേ, അത്രയൊക്കെ ക്വാളിറ്റി ഉണ്ടാവും. പിന്നെ സൂക്ഷിക്കാറില്ല, അങ്ങനെ വാങ്ങുന്നത് മാത്രം. എവിടെയെങ്കിലും പോകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും എല്ലാം ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ വന്നിട്ടാകുമ്പോൾ അഴിച്ചിട്ട് എവിടെയെങ്കിലും വലിച്ചിടും. അതുകൊണ്ടാണ് പെട്ടെന്ന് സാധനങ്ങളൊക്കെ ചീത്തയാവുന്നത്. പിന്നെ സിന്ദൂരം ഇട്ട് കൊടുത്തു. പിന്നെ ഇൻഡിഗോ സാരി ഉടുത്തു. നല്ല ട്രെൻഡിങ് ആയിട്ട് പോകുന്ന സാരിയാണ്, എപ്പോഴും ട്രെൻഡിങ്ങിലുള്ള സാരിയാണിത്. വൈറ്റ് ബ്ലൗസിൻ്റെ കൂടെയൊക്കെ നല്ല ഭംഗിയാണ് ഈ സാരി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.